BCCക്കെതിരെ വലിയൊരു ആരോപണം ഉയരുകയാണ്. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ, അതായത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഓറഞ്ച് ജേഴ്സി ധരിക്കാൻ ടീം അംഗങ്ങളെ നിർബന്ധിച്ചു. പക്ഷേ ടീം അംഗങ്ങളിൽ ചിലർ ഇതിനെ കർശനമായി എതിർത്തു. അതുകൊണ്ട് ഈ തീരുമാനം നടപ്പിലായില്ല. പതിവ് പോലെ നീല ജേഴ്സി അണിഞ്ഞാണ് അന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ മത്സരിച്ചത്. ഇപ്പോൾ ഈ ജയ്ഷ ഈ തലപ്പത്തേക്ക് വന്നതിന് ശേഷം സമാനമായ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ ആരോപണം എത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ്? രശ്മി, ഇപ്പോൾ ഇത് വാർത്തയാവുന്നതിൻ്റെ കാരണം വിസ്ഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എന്താ പറയുക, ഒരു ക്രിക്കറ്റ് പഞ്ചാംഗം എന്നോ ഒരു വാർഷിക ക്രിക്കറ്റ് പുസ്തകമാണ് ഈ വിസ്ഡൻ എന്ന് പറയുന്നത്. ഓരോ വർഷത്തെയും ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 1860 തുടങ്ങിയിട്ടുള്ളൊരു പ്രസിദ്ധീകരണമാണത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധയായിട്ടുള്ള ക്രിക്കറ്റ് ജേർണലിസ്റ്റാണ് ഷാർദ ഉദ്ദർ. അപ്പോൾ അവർ ഷാർദ്രയുടെ ഒരു ആർട്ടിക്കിൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ നടക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മത്സരം നടക്കുന്നത് 2023 ഒക്ടോബർ 14 മറ്റാണ്, 14 13 അഹമ്മദാബാദിൽ. ഒക്ടോബർ 8 ഒക്ടോബർ 8 ദ വയറിൻ്റെ ഔട്ട് ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ ഷാർദ ഇതേ കാര്യം പറയുന്നുണ്ട്. BCCI അവരുടെ റൂമിൽ കളിക്കാരുടെ മുറിയിൽ ഇതിൻ്റെ കിറ്റ് കൊണ്ടുവന്നെന്ന് പറയുന്നില്ല. ഇങ്ങനെ പാകിസ്ഥാനുമെതിരായിട്ടുള്ള കളിയിൽ കാവി ജേഴ്സി അണിയുവാനുള്ള നടപടികൾ BCCI നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒക്ടോബർ 8 തന്നെ പിന്നെ ഷാർദ്ര ആ പ്രോഗ്രാമിൽ ഔട്ട് ഓഫ് ദ പാർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവർ പറയുന്നുണ്ട്. 2023 നവംബറിൽ ഇവർ മമതാ ബാനർജി ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. BCCI ക്രിക്കറ്റിനെയും കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയല്ല, മോഡി സർക്കാർ ക്രിക്കറ്റിനെയും കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരത് പറയാനൊരു കാരണമുണ്ട്. അന്നാണ് ഇവരുടെ ട്രെയിനിങ് കിറ്റിൽ ജേഴ്സി ആയിട്ട് ഇത് വരുന്നുണ്ട്, പിന്നെ ടീഷർട്ടായിട്ട് കാവി ടീഷർട്ട് വരുന്നുണ്ട്. അപ്പം രോഹിത് ശർമ്മ കാവി ടീഷർട്ട് ഇട്ടിട്ട് ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പലയിടത്തും പുറത്തു വന്നിരുന്നു. അപ്പോൾ മമതാ ബാനർജി അന്ന് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ BJP ഘടകം അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലെ BJP പ്രസിഡന്റ് തന്നെ പത്രസമ്മേളനം നടത്തി. എന്താണ് നമ്മുടെ ദേശീയ പതാകയിൽ തന്നെ കാവിയിലെ മമതക്ക് എന്താണ് ഇപ്പോൾ ഈറ പിടിക്കുന്നത്, എന്താ അതിൻ്റെ കാരണം, അത് ഈ പറയുന്ന പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് ജേഴ്സിയിൽ ഈ സ്ട്രിപ്പ് വരുന്നുണ്ട്. സാഫ്രൺ സ്ട്രിപ്പ് ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ നടന്നൊരു കളിയിൽ സാഫ്രൺ ജേഴ്സി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഇതിങ്ങനെ കയറ്റിക്കൊണ്ടുവരാൻ മൊത്തത്തിൽ മാറ്റാതെ, ഏതോ സിനിമ പറയുന്നില്ല ഒന്ന് അങ്ങനെ പിടിക്കുക എന്നുള്ളൊരു ലൈനാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിൽ ഈ മൊത്തത്തിൽ ഒരു ODIയിൽ മൊത്തം കാവി നിറമുള്ള ജേഴ്സി ഉപയോഗിക്കുക എന്നുള്ളത്, അത് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? പാകിസ്ഥാനെതിരായ മത്സരത്തിലല്ലേ. അപ്പോൾ പാകിസ്ഥാനെതിരായ മത്സരം തന്നെ എന്താണ്? പാകിസ്ഥാനെതിരായ മത്സരം അതെവിടെയാണ് നടക്കുന്നത്? അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കേട്ടോ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അവിടെ കാവി നിറത്തിൽ നമ്മളെ ജിയുടെ കുട്ടികൾ കളിക്കുകയാണ്. എന്നിട്ട് അവന്മാരെ തോപ്പിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആവേശം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതാണ് ഇതിലെ കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത് ഇന്ത്യയുടെ നാഷണൽ ഗെയിം അല്ല ക്രിക്കറ്റ്, നമ്മൾ മനസ്സിലാക്കണം. ഇവർ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ BJPയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി, BJP RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്താണ്? നമ്മൾ കൊളോണിയൽ ലെഗസീസ് അതെല്ലാം കൈയൊഴിയണം. ഇന്ത്യ എന്നുള്ള പേരെന്താണ്? അതിൽ കൊളോണിയൽ ലെഗസിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് വിദേശികൾ കോളനി ശക്തികൾ നമുക്ക് നൽകിയുള്ള പേരാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മളെന്താണ്? ഭാരതാണ്. ക്രിക്കറ്റ് ഇത് നടന്നിട്ടുണ്ട്. ടീം ഇന്ത്യ എന്നല്ല പറയേണ്ടത്, ടീം ഭാരത് എന്ന് പറയണമെന്നുള്ളത് 2023 തുടക്കം മുതൽ ആ ഒരു സാധനം ഇങ്ങനെ എയറിലുണ്ട്. അപ്പോൾ ഈ കൊളോണിയൽ ലെഗസിയെ മുഴുവൻ ഒഴിവാക്കണമെന്ന് പറയുന്ന ഈ കക്ഷികൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നാഷണലിസ്റ്റിക് സിമ്പലായിട്ട് ഉപയോഗിക്കുന്നത് ക്രിക്കറ്റിനെയാണ്. അതാണ് ഈ തമാശ. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിക്കറ്റ് ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനൈസ് ചെയ്ത സമയത്ത് ഇവിടുത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വൈകുന്നേരം നേരം പോക്കിന് വേണ്ടി തുടങ്ങിയ പരിപാടിയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാര്യകർത്താക്കളുടെ കളി ഏതാണ്? കബഡിയല്ലേ? കാര്യകർത്താക്കളുടെ കളി കബഡിയാണ്. പിന്നെ പോയാൽ ഹോക്കി കളിക്കാം,
നമ്മുടെ ദേശീയ ഇതായിട്ട്. പക്ഷേ ക്രിക്കറ്റിന് ഈ കൊളോണിയൽ ലെഗസി എല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്ന ആളുകൾ പക്ഷേ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ അത് ചെയ്യില്ല. കാരണം ക്രിക്കറ്റിന് ഇന്ത്യയിൽ ഈ ഉന്മാദ ദേശീയതയുടെ ഒരു അതുമായിട്ട് വളരെ ബന്ധമുണ്ട്. എപ്പോഴും ആ നിലയിലാണ് ക്രിക്കറ്റ് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് പാകിസ്ഥാനെതിരായിട്ടുള്ള കളിയാകുമ്പോൾ അതൊന്ന് കൂടും, ആവേശം ഒന്ന് കൂടും. അങ്ങനെ ഉള്ള ഒരു ജയ്ഷ വന്നപ്പോൾ ഈ ഷാർദ്ര ഉഗ്ര അവർ കഴിഞ്ഞ വർഷം കാരവാനിൽ ലേഖനം എഴുതുന്നുണ്ട്, പിന്നെ ഷാസ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ജയ്ഷ വന്നതിന് ശേഷം എങ്ങനെയാണ് പൊളിറ്റിക്സ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ടുള്ള ലേഖനം ഈ ഒരു വർഷം മുമ്പ് എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലെ BCCI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡാണെന്ന് മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും ശക്തവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ബോർഡ് കൂടിയാണ്. ജയ്ഷ എന്ന് പറയുമ്പോൾ അമിത്ഷായുടെ മകൻ, ഇന്ത്യയിലെ നമ്പർ 2 ആയിട്ടുള്ള ആൾ. അങ്ങേരത്തിന് ഇതിൻ്റെ സെക്രട്ടറി ആക്കി വെക്കണമെങ്കിൽ ആ ബോർഡിൻ്റെ പ്രാധാന്യം ആലോചിച്ച് നോക്കിയാൽ അത്രയ്ക്ക് സ്വാധീനം ഇന്ത്യൻ സമൂഹത്തിന് മേൽ, ഇന്ത്യൻ ടെലിവിഷൻ സ്ക്രീനിന് മേൽ, ഇന്ത്യയിലെ വ്യവസായത്തിന് മേൽ എല്ലാം ചെലുത്താൻ സാധിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് BCCI എന്ന് പറയുന്നത്. അത് ഒരു കേവലമായ ഒരു ക്രിക്കറ്റ് കളിക്ക് വേണ്ടിയുള്ളൊരു സംവിധാനമല്ല, അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഉപയോഗിച്ച് ഈ പറയുന്ന ഈ ഉന്മാദ ദേശീയത ക്രിക്കറ്റിലൂടെ എത്രയധികം വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വലിയ ആലോചനകളും പദ്ധതികളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു സംഗതിയാണ് ഈ കാവി ജേഴ്സി എന്ന് പറയുന്നത്. അന്നത് പാളിപ്പോയി, പക്ഷെ അത് ഇനിയും തുടരും. ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ടൊക്കെ നമ്മുടെ സ്റ്റേഡിയത്തിന് ഇപ്പോഴാണല്ലോ ഈ മോദി സ്റ്റേഡിയം എന്നൊക്കെ പേര് പുനർനാമകരണം ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കൂട്ടുകാരും കുടുംബം ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ക്രിക്കറ്റ് കാണുന്നു, അതിൽ സന്തോഷിക്കുന്നു. നാഷണൽ ഗെയിം അല്ലാത്തപ്പോഴും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ആവേശം ഇന്ത്യൻ ജനതയ്ക്കിടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന ഇത്തരം പുഴുക്കുത്തലുകൾ, ഇപ്പോൾ ദാവൂദ് സാർ പറഞ്ഞ പോലെ അത് പെട്ടെന്ന് ഒറ്റയടിക്കില്ല, അതിങ്ങനെ മെല്ലെ 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 വരികയാണ്. അപ്പോൾ അത് എത്രമാത്രം അപകടം അതിലുണ്ട്, അത് എന്തൊക്കെ സ്വാധീനം സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്? രേഷ്മ ഈ നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞ പോലെ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിനെ എങ്ങനെയാണ് ഉന്മാദ ദേശീയതയ്ക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പോരാട്ടം എന്ന ഒരു വിഭജനാശയമുണ്ടല്ലോ, അതിൻ്റെ പോലും പ്രതീകമായിട്ട് അതിനെ എങ്ങനെ അവതരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം എന്ന വലിയ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. രേഷ്മ പറഞ്ഞു പണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുമായിരുന്നു എന്ന്. അസ്വറുദ്ദീൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു, മുസ്ലിം നാമധാരിയായി മുസ്ലിമായ ഒരു പ്ലെയറാണ്. മൻസൂർ അലി ഖാൻ പട്ടോടി ഉണ്ടായിരുന്നു. അസ്വറുദ്ദീൻ പുറത്തു പോയത് എങ്ങനെയാണ്? കോഴ ആരോപണം നേരിട്ടാണ്. അന്ന് അയാൾ ഇന്ത്യൻ ടീമിൽ നിന്ന് കോഴ ആരോപണം നേരിട്ട് പുറത്തു പോകുമ്പോഴും മുസ്ലിമായി ഇവൻ ഈ രാജ്യത്തെ ചതിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് മുഹമ്മദ് ഷമി ഒരു ക്യാച്ച് വിട്ടുപോയാൽ ഈ മുസ്ലിം നമ്മളെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള വിഷവാചകം ചൊരിയും. ഈ വേൾഡ് കപ്പിൽ മുഹമ്മദ് ഷമി ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞതിന് അയാൾ നേരിട്ട പ്രശ്നം എന്തുമാത്രം വലുതായിരുന്നു നമ്മൾ കണ്ടതാണ്. ഏഷ്യ കപ്പിൽ കുറച്ച് റണ്ണ് വഴങ്ങിയതിന് അയാളെ എങ്ങനെയാണ് പീഡിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന രാജ്യത്തോട് ആത്മാർത്ഥമുള്ള പ്ലെയറാണ്, എന്നെ സംശയിക്കരുത് എന്നൊരാൾക്ക് പറയേണ്ടി വരും. അതിലും വലിയ ഗതികേട് പറയുള്ളൂ. ഡ്രസ്സിംഗ് റൂമിൽ വന്ന് അനുഗ്രഹം കൊടുക്കും. ഡ്രസ്സിംഗ് റൂമിൽ വന്ന് ഷമിയെ അനുഗ്രഹിക്കും. എന്നിട്ട് പുറത്തിറങ്ങി എന്താ പ്രസംഗിക്കുന്ന അറിയാമോ? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ടീം ഉണ്ടാക്കാൻ പോവാണ്, സൂക്ഷ്മത വേണമെന്ന് പറയും. ഇതാണ് അദ്ദേഹം അവിടെ അത് പറയും, ഇപ്പുറത്ത് ഇത് പറയും. ബേസിക് പ്രശ്നം വേറെയാണ്. അപ്പോൾ അതിനകത്ത് അന്ന് ഈ വന്ന് അനുഗ്രഹിച്ച ഷമിയെ കെട്ടിപ്പിടിച്ച ഈ നടക്കുന്ന അന്യായങ്ങൾക്കെതിരെ വല്ലതും പറഞ്ഞു. നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞ പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി എവിടെയാണ് നടക്കേണ്ടത് എന്നൊരു തീരുമാനം അവരെടുക്കുന്നു. അതായത് BCCI എങ്ങനെയാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ BJPയുടെ പൊളിറ്റിക്കൽ പ്ലാനിനൊപ്പിച്ച് പോകും നോക്കണമെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഷെഡ്യൂൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ആ ഷെഡ്യൂളിനകത്ത് നരേന്ദ്ര ദാമോദർ ദാസ് സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയം ഗുജറാത്തിലാണ്. ആ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി നടക്കേണ്ടത്. ആ കളിക്ക് വേണ്ടി മാത്രമായി BCCI പ്രത്യേകമായ ആഘോഷ പരിപാടികളും ഡാൻസും കൂത്തും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ കളി അങ്ങോട്ട് തുടങ്ങുന്നു. അപ്പുറത്ത് കളിക്കുന്ന പാകിസ്ഥാൻ ടീമംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പോഴോ ഇന്ത്യക്കാരെന്തെങ്കിലും നേട്ടം എടുക്കുമ്പോഴോ ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ വിളിയല്ല പറയുന്നത്, ജയ് ശ്രീറാം മുഴക്കുകയാണ്. ജയ് ശ്രീറാം മുഴക്കി അതിൻ്റെ പരമാവധിയിൽ അങ്ങോട്ട് ആക്രോശം മുഴക്കുകയാണ്. ഗൗതം ഗംഭീറിനെ പോലെയുള്ള ഇന്ത്യൻ താരങ്ങൾ പറയുന്നു അവർ നമ്മുടെ അതിഥികളായിട്ട് വന്നാൽ നമ്മൾ കുറച്ച് മര്യാദ പാലിക്കണം. ആരാണ് ഈ പറഞ്ഞത്? ഗൗതം ഗംഭീറിന് പോലും അത് പറയേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിക്കുന്നു. അതായത് ഓരോ സ്ഥലത്തും എവിടെയൊക്കെ കളി നടക്കണം, ഏതൊക്കെ ടീമുകൾ എവിടെ മത്സരിക്കണം. മൊഹാലിയിൽ നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മയുള്ള മൊഹാലിയിലെ ഗ്രൗണ്ടിനെ കുറിച്ചുള്ള അവിടെ കളി വേണ്ടാന്ന് തീരുമാനിക്കണം. കാരണം എന്താണ്? സർക്കാരിന് രാഷ്ട്രീയ താല്പര്യമില്ല മൊഹാലിയിൽ കളി നടക്കുന്നതിന്. ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ എങ്ങനെ ഗുരുതരമാം വിധം ഇതിനകത്തേക്ക് വർഗീയതയെ എങ്ങനെ കടത്തിവിടാം, എങ്ങനെ ജയ് ശ്രീറാമിനെ അതിനകത്ത് കൊണ്ടുവരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളി നടക്കുമ്പോൾ
കളി കഴിഞ്ഞു, ഇന്ത്യ ജയിക്കുമ്പോഴും തീരുന്നില്ല. അവിടെ ഒരു പാകിസ്ഥാൻ പ്ലെയർ ഗ്രൗണ്ടിന് പുറത്തെവിടെയോ നമസ്കരിച്ചു, അത് ഈ ക്രിക്കറ്റിൻ്റെ കോഡിനെതിരാണെന്ന് പറഞ്ഞ് ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ പരാതിയുമായി പോയിരിക്കുന്നു. അതിൻ്റെ പേരിൽ വേറെ ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റിനെ എങ്ങനെയൊക്കെ ഈ വിഭജനത്തിന്, അതായത് ഒരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കളിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് കാവി ജേഴ്സിയും അപ്പുറത്ത് സ്വാഭാവികമായിട്ട് അവർക്കുള്ളത് പച്ചയാണ്. അപ്പോൾ ആളുള്ള കളിയിൽ തമ്മിലുള്ള കളിയാണ്. ഒറ്റ നോട്ടത്തിൽ അത് ബിംബവൽക്കരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടം എന്നതിലേക്കാണ്. അതുണ്ടാക്കുന്ന വിഭജനം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിന് പരമാവധി എന്ത് ചെയ്യാണ്, പുഷ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്യൂവൽ ചെയ്യുകയോ ചെയ്യുന്നതാണ് BCCIയുടെ പ്രവർത്തനം. BCCI ഒരിക്കൽ പോലും മുഹമ്മദ് ഷമിക്കെതിരെ നടക്കുന്ന അറ്റാക്കിനെ തള്ളി പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? BCCI എപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടെങ്കിലും അന്വേഷണത്തിന് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇടപെടത്തില്ല. കാരണം BCCI പ്രവർത്തിക്കുന്നത് ഇവരുടെ താല്പര്യത്തിനൊപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഈ ആവേശപ്പെരുക്കം എങ്ങനെയാണ് നമുക്ക് അപകടകരമായിട്ട് കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ്. പിന്നെ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുന്നത്, ദൂരദർശൻ്റെ ലോഗോ മാറ്റിയില്ലേ? നമ്മൾ കണ്ട് പഴകിയ ലോഗോ എന്തായിരുന്നു? നിങ്ങൾ നേരത്തെ ക്രിക്കറ്റ് കണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഉണ്ടായിരുന്ന ലോഗോ അല്ലേ ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ കളർ മാറ്റിയില്ല. സകലത്തിൻ്റെയും കളർ മാറ്റിക്കൊണ്ട് വേറെ ഒരു സാധനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജി. അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം അനുസ്യൂതം തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പലതിൻ്റെയും കളർ മാറാൻ പോവാണ്. ദേശീയ പതാകയ്ക്കൊക്കെ ഒറ്റ കളറാവുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കൊക്കെ ഇന്റർനാഷണൽ ഗസ്റ്റുകളൊക്കെ ഒരുപാട് വരുമല്ലോ, അപ്പോൾ അവർക്ക് മുന്നിൽ കൂടി നമ്മളൊരു പരിഹാസ്യരാവില്ലേ എന്നാണ്. പാകിസ്ഥാൻ്റെ ഒരു ആരാധകൻ ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കും. പോലീസ് എന്ന് പറഞ്ഞ് ഇവിടെ ശബ്ദിക്കരുത്. അവൻ പറഞ്ഞു ഞാൻ പാകിസ്ഥാനിയാണ്, എനിക്ക് പാകിസ്ഥാനെ വിളിച്ചുകൂടെ? എത്ര തർക്കത്തിനൊടുവിലാണ് അയാൾക്ക് പാകിസ്ഥാന് വേണ്ടി കൈയടിക്കാൻ ഒരു പാകിസ്ഥാനി ആരാധകന് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അതിഥിയായ ഒരാൾക്ക് അനുവാദം കിട്ടിയത്? അതുപോലും പറ്റില്ല. അപ്പോൾ നമ്മൾ കളിയെ കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് കളി ഒരു കളിയല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ്. പാകിസ്ഥാൻ ഒരു മുസ്ലിം ഡോമിനേഷനുള്ള രാജ്യമാണ്, അവരെ തോൽപ്പിക്കലാണ്. അതാണ് കളി എന്നതിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വേൾഡ് കപ്പ് ഫുട്ബോളിലെ പാകിസ്ഥാൻ സെലക്ട് ചെയ്യപ്പെടാത്തത് നമ്മുടെ മഹാഭാഗ്യമാണ്. ആലോചിച്ച് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും പതാക കെട്ടി തൂക്കുമല്ലോ. പാകിസ്ഥാൻ എങ്ങാനും അതിലുണ്ടായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി. എന്തെല്ലാം കഥകൾ നമ്മൾ കേൾക്കേണ്ടിരുന്നത്. യെസ്, അപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു ക്രിക്കറ്റ് കാലം ഇന്ത്യക്ക് രാജ്യത്തിനുണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച ഒരു തലമുറയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പുഴുക്കുത്തലുകളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതിൻ്റെ ശരികേടുകളെക്കുറിച്ച് കാണുന്നവർ ചിന്തിക്കട്ടെ. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.